ഹലോ ഗായ്സ്, ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ട പഴയ 800 പഴയ 800 വണ്ടിയുടെ വാട്ടർ പമ്പ് ലീക്ക്, കൂളൻ്റ് ലീക്കായിട്ടാണ് വന്നത്. അപ്പോൾ വാട്ടർ പമ്പ് അയച്ചെടുത്തിട്ടുണ്ട്. വാട്ടർ പമ്പ് അയച്ചതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ പമ്പിൻ്റെ അടിഭാഗത്ത് വാട്ടർ പമ്പിൻ്റെ ഈ അടിഭാഗത്തു നിന്നാണ് കൂളൻ്റ് ലീക്കാകുന്നത്. വാട്ടർ പമ്പിൻ്റെ അടിഭാഗത്ത് കൂളൻ്റ് ലീക്കാകുന്നത്. അപ്പോൾ വാട്ടർ പമ്പ് അഴിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇത് കാണിക്കാൻ. പഴയ 800 പഴയ മോഡൽ വണ്ടികൾക്ക് അതുപോലെ ടൈമിംഗ് ബെൽറ്റാണ് വരുന്നത്. പഴയ വണ്ടിയിൽ ഈ മോഡൽ വണ്ടികൾക്ക് ടൈമിംഗ് ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ മാർക്കും ടൈമിംഗ് കറക്റ്റ് അഴിക്കണതും അതുപോലെ തിരിച്ച് ഫിക്സ് ചെയ്യണതും ഇതിൻ്റെ കറക്റ്റ് മാർക്ക് വെച്ച് ടൈമിംഗ് മാറാതെ തന്നെ ചെയ്യുന്നതും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. നമ്മൾ മാരുതി 800 പഴയ മോഡൽ 800 MBFI വണ്ടി. അതിൻ്റെ ടൈമിംഗ് മാർക്ക് വരുന്നത് പറഞ്ഞാൽ ടൈമിംഗ് മാർക്ക് ആദ്യം ഫസ്റ്റ് ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ ഈ ഇതുണ്ടല്ലോ, ഈ ക്യാമിൻ്റെ പുള്ളിയുടെ മാർക്ക് ഇവിടെ ഈ പ്ലേറ്റിൽ ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും. ഈ മാർക്ക് നേരെ കോയിൻസൈഡ് വെക്കാം. അതിനുശേഷം താഴെ ക്രാങ്കിൻ്റെ മാർക്ക് ഇതിന് വീഡിയോയിൽ കറക്റ്റ് ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല. കണ്ട ക്രാങ്ക് പുള്ളിയുടെ ഈ ചെറിയ ആരോ മാർക്ക്, ഡോട്ട് മാർക്ക്, അതുപോലെ കേസിൽ ഈ മാർക്കിന് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്ത് രണ്ടുപേരെ പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് ബെൽറ്റ് അയച്ചെടുക്കാം. ഓക്കെ, പോയ ഭാഗം എവിടെയാണല്ലേ? സീല പോയത്. പാക്കിങ് വാട്ടർ പമ്പിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കണ്ട ഈ സീല് അകത്തൊക്കെ പോകുന്ന ഈ ഇമ്പില്ലറിൻ്റെ സീലിൻ്റെ ഇവിടെ നിന്നാണ് ലീക്ക് വന്നത്. കണ്ട ഈ ഭാഗത്ത് ചില വണ്ടികൾക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ അകത്തൂടെ വന്ന് ഈ ബാഗ് വരുന്നത് പുള്ളി പ്ലേറ്റ് പിടിപ്പിക്കുന്ന ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ലീക്ക് വരാനുള്ള സാധ്യത. ഗ്യാസ്കറ്റ് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഈ ഉള്ളിൽ കൂടെ സീല് കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഒരു ബ്രീത്തർ ഹോള്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടിയാണ് ലീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സാധനത്തില്ല, പുതിയ വാട്ടർ പമ്പ് വേണ്ട, പുതിയ നല്ല ഒറിജിനൽ സാധനമാണ്. ലുക്കാസ് ടി വി എസിൻ്റെ ഒറിജിനൽ സാധനമാണ്. മരുതിക്ക് വരുന്ന TVSൻ്റെ ആ ഒരു സെറ്റപ്പാണ്. അതിന് ഗ്യാസ്കറ്റ് ഇറക്കി പൊസിഷനിൽ വരുന്നത്. ഈ ഗ്യാസ്കറ്റും കൂടി മാറണം. പുതിയ ഗ്യാസ്കറ്റും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ലീക്കിലായിരിക്കും. ഗ്യാസ്കറ്റ് പഴയത് ബോണ്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ കറക്റ്റ് എന്താണ് ഗ്യാസ്കറ്റിന് ഇതിനൊക്കെ ഒന്ന് പാക്കിങ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വരുന്ന ഭാഗത്ത്, വാട്ടർ പമ്പ് വരുന്ന ഭാഗത്ത് ശരിക്കും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ എമറി പേപ്പർ ഇട്ട് നന്നായി വരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ക്യാമ് നേരത്തെ ടൈമിങ് ഇത് വെച്ചത് കണ്ട, ക്യാമിൻ്റെ ആ ലോക്ക് ഇവിടെ വരും. ക്രാങ്കിൻ്റെ ലോക്ക് അവിടെ ഉണ്ട്. കണ്ട, ക്രാങ്കിൻ്റെ ലോക്ക് അവിടെ ഉണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഊരി വെച്ചതാണ്. രണ്ടും ഒരേ പൊസിഷനിൽ സ്ട്രൈറ്റ് മേലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പുള്ളി, ഈ ക്യാമിൻ്റെ പുള്ളി അതുപോലെ ക്രാങ്കിൻ്റെ പുള്ളിയും പിടിപ്പിച്ച ശേഷം നമുക്ക് ടൈമിംഗ് ബെൽറ്റ് ഈ അടുത്ത് മാറ്റിയതാണ്. കണ്ട, ഇതിൻ്റെ പേര് എന്താ, പുതിയ സാധനം എടുത്ത് മാറ്റിയിട്ടേ ഉള്ളൂ. വാട്ടർ പമ്പ് ലീക്കായത് കൊണ്ടാണ് നമ്മൾ അയച്ചത്. ഉണ്ട്, അതിൻ്റെ പേര് പുതിയ സാധനം, കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിന് ഗിയറുകൾ രണ്ടും കയറ്റിയ ശേഷം ടൈമിംഗ് ബെൽറ്റ് നമുക്ക് പിടിപ്പിക്കാം. ടൈമിംഗ് ബെൽറ്റ് പിടിപ്പിക്കുന്ന ആ ഇത് ഞാൻ നേരത്തെ മാർക്ക് കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതേ പൊസിഷനിൽ ടൈമിങ് മാറാതെ തന്നെ നമുക്ക് വണ്ടിയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഈ ക്രാങ്കിൽ പുള്ളിയിൽ ക്രാങ്ക് ഷാഫ്റ്റുമായി വരുന്ന ലോക്ക് ഉണ്ട്, ചെറിയ ലോക്ക്, ഈ ഹാഫ് റൗണ്ട് ആയിട്ടുള്ള ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് ഇങ്ങനെ കറക്റ്റ് പിടിപ്പിക്കണം. അപ്പോൾ താഴെ ക്രാങ്ക് ഷാഫ്റ്റുമിൽ ആദ്യം പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഈ ക്രാങ്കിൻ്റെ പുള്ളി അതിൽ പിടിപ്പിക്കും. ഇത് ലോക്കായിട്ടില്ലെങ്കിൽ ടൈമിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പിടിപ്പിക്കാം.
നമ്മൾ വാട്ടർ പമ്പ് പിടിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം ടൈമിങ്ങിൻ്റെ ഇവിടുത്തെ കവർ, വാട്ടർ പമ്പിന് ശേഷം ഇവിടെ വരുന്ന കവർ ഉണ്ടല്ലോ, ഈ കവറിൻ്റെ എല്ലാ ബോൾട്ടും ഇട്ട് കഴിഞ്ഞാൽ ഈ കവർ ഇതിൻ്റെ മേലെ ഒരു ടൈമിങ്ങിൻ്റെ കവറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കവർ ഇട്ടതിന് ശേഷം നമ്മളിനി ക്രാങ്ക് പുള്ളി ഫിക്സ് ചെയ്തു. നേരത്തെ കാണിച്ച പോലെ ലോക്ക് ഇട്ടിട്ട് ക്രാങ്ക് പുള്ളി ഫിക്സ് ചെയ്തു. ഇനി ഇവിടുത്തെ ക്യാമിൻ്റെ പുള്ളിയും കൂടി ഫിക്സ് ചെയ്യണം. ഇവിടുത്തെ ക്യാമിൻ്റെ പുള്ളിയും കൂടി ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടെൻഷനർ വെച്ചിട്ട് ബെൽറ്റ് ഇടണം, ടൈമിംഗ് ബെൽറ്റ് ഇടണം. നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ഓൾറെഡി ഈ അടുത്ത് മാറിയതാണ്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ടൈമിംഗ് ബെൽറ്റ് തന്നെയാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ആദ്യം ക്രാങ്കിൻ്റെ പുള്ളിയിൽ താഴെ കൂടെ കയറ്റി ശേഷം ക്യാമിലേക്ക് വെച്ച് കൊടുക്കാം. സീറ്റ് കറക്റ്റ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ടൈമിംഗ് ബെൽറ്റ് കയറ്റിയിട്ട് ആദ്യം ടൈമിംഗ് ബെൽറ്റ് ഇട്ട് ക്രാങ്കിൻ്റെ പുള്ളിയിൽ കാണുന്നുണ്ടോ, ക്രാങ്കിൻ്റെ പുള്ളി ഇതാ ഇവിടെ ഈ ക്രാങ്കിൻ്റെ പുള്ളിയിലിട്ടതിന് ശേഷം ഈ സൈഡ്, ഈ ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗത്ത് നല്ല ടൈറ്റ് പിടിക്കണം. കാരണം ടീത്ത് ടു ടീത്ത് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ വലിച്ച് പിടിച്ചതിന് ശേഷം ഈ ടെൻഷറിൻ്റെ ഭാഗത്ത് ഫ്രീ ആവണം. ടെൻഷൻ്റെ ഭാഗത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഭാഗത്തും സ്പ്രിങ് രണ്ട് സൈഡ് ലോക്ക് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഒന്ന് ടെൻഷനർമേലും ഒന്ന് ഇവിടെ വരുന്ന ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ടിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക. ശേഷം ഇവിടെ ടെൻഷനിൽ ഇവിടുത്തെ ഒരു ബോൾട്ട്, പിന്നെ ഇതിൻ്റെ അടിയിലൊരു ബോൾട്ട് ഉണ്ട്, ഇതൊരു ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യുക. സ്പ്രിങ്ങിന് ചിലപ്പം ചെറിയൊരു ടെൻഷൻ ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് വലിച്ച് പിടിച്ച് എന്തെങ്കിലും മൈനസ് സ്റ്റാറാ എന്തെങ്കിലും മൈനസ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്ത ശേഷം ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബെൽറ്റിൻ്റെ ടൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ടൈമിങ് കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് എഞ്ചിൻ മിസ്സിങ് ആവും, എഞ്ചിൻ കറക്റ്റ് വർക്കിംഗ് ആവില്ല, വണ്ടി വൈബ്രേഷൻ ഉണ്ട്, എഞ്ചിൻ വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ അത് ടൈമിങ് കറക്റ്റായി ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ വരുന്നൊരു കവറുണ്ട്, മേലെ വരുന്ന ഈ ടൈമിങ്ങിൻ്റെ ഈ കവർ പിടിപ്പിച്ചതിന് ശേഷം വാട്ടർ പമ്പിൻ്റെ പുള്ളി ഈ ഹോൾ കൂടിയാണ് പുറത്തേക്ക് വരും. പുള്ളിൻ്റെ പുറത്തേക്ക് വന്ന ശേഷം ഡ്രൈ ബെൽറ്റ് ഇടാനുള്ള ആ പുള്ളി ഉണ്ടല്ലോ, വാട്ടർ പമ്പിൻ്റെ പുറമേയുള്ള പുള്ളി, ഡ്രൈ ബെൽറ്റ് ഇടുന്ന പുള്ളി അതിടാം. അപ്പോൾ നമുക്ക് ഈ കവർ ഇനി കയറ്റാം. നമ്മൾ ടൈമിങ്ങിൻ്റെ ഇത് പിടിപ്പിച്ചിട്ടുണ്ടാകും. ടൈമിങ്ങിൻ്റെ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ടൈമിംഗ് കവറിൻ്റെ ബോൾട്ട് ഇട്ട് ശേഷം അതിൻ്റെ പുറമേ ആയിട്ടാണ് ക്രാങ്ക് പുള്ളി വരുന്നത്. ക്രാങ്ക് പുള്ളി അടിയിൽ വരുന്ന ക്രാങ്ക് പുള്ളി പുറമേ ഉള്ള ഡ്രൈവ് ബെൽറ്റ് ഇടുന്ന ക്രാങ്ക് പുള്ളി വരുന്നത്. ഇപ്പോൾ ക്രാങ്ക് പുള്ളി ഈ ലോക്ക് പൊസിഷൻ ഉണ്ടല്ലോ, നേരത്തെ ബെൽറ്റ് ടൈമിംഗ് ബെൽറ്റ് ഇടുന്ന പുള്ളിക്കുള്ള പോലെ തന്നെ ലോക്ക് ഇതിലുണ്ട് കണ്ട, ലോക്കിൻ്റെ പൊസിഷൻ ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് ആ ലോക്ക് പൊസിഷനിൽ കയറ്റി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ കറക്റ്റ് ഈ ബെൽറ്റ് ഡ്രൈവ് ഇടുന്നത് കണ്ട, ബെൽറ്റ് ഇടുന്ന രണ്ട് ഗ്രൂവ് ഉണ്ട് ഇതിൻ്റെ, ഇത് കറക്റ്റായിട്ട് ഈ ലോക്ക് വരുന്ന പൊസിഷൻ മേലെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ടൈമിംഗ് ചെയിൻ്റെ ടൈമിംഗ് ബെൽറ്റ് കവറിൻ്റെ പുറമേ ആയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ ഇടാം, അല്ലെങ്കിൽ താഴെ കൂടെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ലോക്ക് കറക്റ്റ് നോക്കിയ ശേഷം ആദ്യം ടൈമിങ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയുടെ ബോൾട്ട് അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ ഫ്ലൈ വീല് നമ്മളെ സ്വിഫ്റ്റിനൊക്കെ വരുന്ന പോലെ ഫ്ലൈ വീല് ലോക്കിയാണ് സെറ്റപ്പ് ഇടുന്നത്. ഇവിടെ ഉണ്ടാവും ഫ്ലൈ വീൽ, ഇവിടെ ഒരു ഹോള് കാണാം. ഫ്ലൈ വീൽ ഈ ഹോളിൽ ഗിയർ ബോക്സിൻ്റെ ക്ലച്ച് കേസ് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഹോൾ കാണാം. ഈ ഹോളിൽ കൂടെ ജസ്റ്റ് ഒരു മൈനസ്, ഇതുപോലെ ഒരു മൈനസ് എന്തെങ്കിലും ഇട്ട് പിടിക്കാം. ശേഷം ഇവിടെ മൈനസ് ഇട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ക്രാങ്ക് പുള്ളിയുടെ ബോൾട്ട് കറക്റ്റ് ഒരു റിങ്ങോ സ്പാനർ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇവിടെ കറക്റ്റായിട്ട് ചെറിയ ബോക്സ് ഒന്നും കയറില്ല, റിങ് കയറാനുള്ള സ്പേസേ ഉള്ളൂ. ഫ്ലൈവിൽ ലോക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിങ് വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കും.
നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങനെ വലിച്ച് ടൈറ്റ്. അപ്പോൾ നമ്മൾ പുള്ളി ടൈറ്റ് ചെയ്ത് താഴെ ക്രാങ്ക് പുള്ളി ടൈറ്റ് ചെയ്ത് ഫ്ലൈ വീൽ ലോക്ക് ചെയ്ത് വെച്ച് ഫ്ലൈ വീൽ ലോക്ക് ചെയ്ത് ക്രാങ്ക് പുള്ളി ടൈറ്റ് ചെയ്ത് അതിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഡ്രൈവ് ബെൽറ്റ് ഇടണം. ഡ്രൈവ് ബെൽറ്റ് ഇതിൽ ബെൽറ്റ് വരുന്ന 2 ബെൽറ്റ് ഉണ്ട്. ഒന്ന് എ സിയുടെ ബെൽറ്റ് വരുന്നത് ക്രാങ്ക് പുള്ളിയുടെ 2 ടീത്ത് ഉണ്ടല്ലോ, അത് ഒരു ടീത്തിൽ എ സിയുടെ ബെൽറ്റും അടുത്ത ടീത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ടീത്തിൽ വരുന്ന ബെൽറ്റ് ഇതാണ്. ഇതുപോലെ ടീത്തുള്ള ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ടീത്തുള്ള ബെൽറ്റ് വരുന്നത്. അപ്പോൾ ആ ബെൽറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കും. ആദ്യം ഇട്ടത് എ സിയുടെ ബെൽറ്റ്. അപ്പോൾ എ സിയുടെ ബെൽറ്റ് വരുന്നത് ക്രാങ്കിലും നേരിട്ട് കംപ്രസറിലും. രണ്ടാമത്തെ വാട്ടർ പമ്പിൻ്റെ പുള്ളിയുടെ ബെൽറ്റ്, ഇപ്പോൾ ഇട്ട ബെൽറ്റ് വരുന്നത് ഒന്ന് വാട്ടർ പമ്പിൽ, അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ. പിന്നെ വരുന്നത് ആൾട്ടർനേറ്റർ ബെൽറ്റ്. എ സിയുടെ ബെൽറ്റ് ഓപ്ഷനാണ്, വേറെ എ സി ഇല്ലാത്ത സമയത്ത് അയച്ചു വെക്കാം. പക്ഷേ ആൾട്ടർനേറ്റർ ബെൽറ്റ് സ്ഥിരമായതുകൊണ്ട് അതിനും ആൾട്ടർനേറ്ററിലും വാട്ടർ പമ്പിലും ക്രാങ്ക് ഷാഫ്റ്റിലും ഈ 3 ഡ്രൈവ് ഇത് സ്ഥിരമായിട്ട് എന്തായാലും വേണം. എ സിയുടെ ബെൽറ്റ് നമുക്ക് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, എ സി ഇല്ലാന്നുള്ളൂ, വണ്ടി ഓടും. അപ്പോൾ ഇത് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ബെൽറ്റിൻ്റെ ബെൽറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആൾട്ടർനേറ്ററിൻ്റെ മൗണ്ട് ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ലൂസ് ഇതാണ്. ഇവിടെ ലൂസ് ചെയ്ത് ശേഷം എന്തെങ്കിലും വല്ല ലിവർ എന്തെങ്കിലും വെച്ചിട്ട് ലോഡ് ചെയ്ത് പിടിക്കാം. ഇതുപോലെ പുറത്തേക്ക് ലോഡ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ പുറത്തേക്ക് ലോഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ബെൽറ്റിൻ്റെ ടെൻഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവിൽ വണ്ടി ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂളൻ്റൊക്കെ ഒഴിച്ച് വണ്ടി ലീക്കൊന്നുമില്ല, വാട്ടർ പമ്പ് ചെയ്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ കൂളിൻ്റെ ലെവലൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാം. ഇതുപോലെ കംപ്ലയിൻസ് ഒക്കെ വരുന്ന വീഡിയോസൊക്കെ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.